മുത്തങ്ങ ഭൂസമരത്തിനിടെ പോലീസുകാരൻ കൊല്ലപ്പെട്ട കേസിൽ ഗോത്ര മഹാസഭ നേതാവ് ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ളവരെ കോടതി വെറുതെ വിട്ടു. കുറ്റം ചെയ്തത് രണ്ടാം പ്രതി അശോകൻ മാത്രമെന്ന് കണ്ടെത്തൽ. അതേസമയം പോലീസുകാരൻ അബ്ദുൾ സലാമിനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ഗീതാനന്ദൻ അടക്കം 4 പ്രതികൾക്ക് 5 വർഷം കഠിന തടവ് പിഴയും ശിക്ഷ വിധിച്ചു. വയനാട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പുറപ്പെടുവിച്ചത്. 23 വർഷത്തിന് ശേഷമാണ് കേസിൽ വിധി വരുന്നത്. സമരവുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥനായ അബ്ദുൾ സലാം, ശശിധരൻ എന്നിവരെ തട്ടിക്കൊണ്ടുപോവുകയും വധിക്കാൻ ഗൂഢാലോചന നടത്തുകയും ആക്രമിക്കുകയും ചെയ്ത കേസിൽ ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് എം ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ള 4 പ്രതികൾക്ക് 5 വർഷം കഠിന തടവും പിഴയും കോടതി ശിക്ഷ വിധിച്ചു. പിഴയടച്ചില്ലെങ്കിൽ 2 മാസത്തെ അധിക തടവ് കൂടി അനുഭവിക്കണം. ഗീതാനന്ദൻ, ബിനു, രമേശൻ കൊയ്യാലിപ്പുര, അനിൽകുമാർ എന്നിവരെയാണ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത്. അബ്ദുൾ സലാം, ശശിധരൻ എന്നിവരെ തട്ടിക്കൊണ്ടുപോകൽ, വധശ്രമം, ഗൂഢാലോചന നടത്തൽ എന്നീ കുറ്റമുൾപ്പെടെ തെളിയിക്കപ്പെട്ടു. കേസിലെ 1, 3, 5, 11 പ്രതികൾക്കെതിരെ 16 കുറ്റങ്ങളിലായി 19 വർഷം കഠിന തടവും 7 മാസം തടവും പിഴയുമാണ് വിധിച്ചത്. ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതിയെന്ന കാരണത്താൽ 5 വർഷത്തെ ശിക്ഷ മാത്രം അനുഭവിച്ചാൽ മതിയാകും. അതേസമയം പോലീസുകാരനായ വിനോദ് കൊല്ലപ്പെട്ട കേസിൽ ഗൂഢാലോചന തെളിയിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല. ഇതുമായി ബന്ധപ്പെട്ട് തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതോടെ ഈ കേസിൽ പ്രതികളെ കോടതി കുറ്റവിമുക്തരാക്കി. മരിച്ച വിനോദന്റെ കുടുംബത്തിന് 7 ലക്ഷം രൂപയും പരിക്കേറ്റ അബ്ദുൾ സലാമിന് 3 ലക്ഷം രൂപയും പരിക്കേറ്റ ശശിധരന് 2 ലക്ഷം രൂപ നൽകാനും കോടതി ശുപാർശ ചെയ്തു. 2003 ജനുവരി 5-നാണ് മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ ആദിവാസികൾ കുടിൽകെട്ടി ഭൂസമരം ആരംഭിച്ചത്. ആദിവാസി ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിന് നേരെ പോലീസ് നടപടി തുടങ്ങിയതോടെ സംഘർഷം രൂക്ഷമായി. ഇതിനിടെ സമരക്കാർ കണ്ണൂർ KAP 4-ാം ബറ്റാലിയനിലെ കോൺസ്റ്റബിൾ KV വിനോദിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയെന്നായിരുന്നു കേസ് ആദ്യം പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും ഒടുവിൽ CBI ചെന്നൈ യൂണിറ്റുമാണ് അന്വേഷിച്ചത്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് എറണാകുളം CBI കോടതിയിൽ നിന്ന് കേസ് കൽപ്പറ്റയിലേക്ക് മാറ്റിയത്. സമരക്കാർക്ക് നേരെ പോലീസ് നടത്തിയ വെടിവെപ്പിൽ ജോഗി എന്ന ആദിവാസി യുവാവ് കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ജോഗി കൊല്ലപ്പെട്ടതിൽ കൃത്യമായ അന്വേഷണമോ നിയമ നടപടിയോ ഉണ്ടായില്ലെന്ന വിമർശനങ്ങൾ ഇപ്പോഴുമുണ്ട്. കേരള വിഷൻ ന്യൂസ്, വയനാട്.